ഇനി നമുക്ക് കുറേ കോവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ കുറേ കോവയ്ക്ക കൊണ്ട് തന്നായിരുന്നു. കൂടെ തന്നെ അപ്പുറത്തെ അയ്യത്തും കുറേ കോവയ്ക്ക ഉണ്ടായിരുന്നു. അതും കൂടെ ഞാനങ്ങ് പറിച്ചെടുത്തു. ഇഷ്ടം പോലെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും നമ്മൾ ഈ കോവയ്ക്ക തോരനും മെഴുക്ക് പുരട്ടിയും അല്ലാതെ ഒക്കെയല്ലേ കറി വയ്ക്കുക. പക്ഷേ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് വറക്കാനേ എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയാം. ഇങ്ങനെ വെച്ചിട്ട് നല്ല രുചിയുണ്ടായിരുന്നു. നല്ല ചിപ്സ് പോലെ പിറക്കി കഴിക്കാൻ പറ്റിയ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ പിന്നെ ചക്കക്കുരുവും ചീരയും കൂടെ വെച്ചായിരുന്നു. ഇത് പച്ചച്ചീരയില്ലയോ, ചുമലച്ചീര പോലത്തെ പച്ചച്ചീര, ആ ചീരയാണ്. ഇതേപോലെ മുരിങ്ങയില ഇട്ട് വെച്ചാലും ഈ ചക്കക്കുരുവിനോട് നല്ല ടേസ്റ്റാണ്. പക്ഷേ ചക്കക്കുരി ചിരണ്ടെന്ന് മടിക്കാണ് ഞാൻ സത്യമായിട്ടും ഇങ്ങനത്തെ കറികളൊന്നും വയ്ക്കാത്തത്. മീനോട് ചക്കക്കുരുവിനോട് വലിയ താല്പര്യമില്ല. അതേസമയം കൊഞ്ചും മാങ്ങയും വയ്ക്കുമ്പോൾ ചക്കക്കുരു ഇട്ട മീൻ നന്നായിട്ട് കഴിക്കും. അല്ലാതെ വേറെ എന്തൊരു ചക്കക്കുരു ഉണ്ടെങ്കിലും മീൻ കഴിക്കത്തില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ചീരയും ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ മെഴുക്ക് പുരട്ടിയല്ല, കോവയ്ക്ക ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മുണ്ടക്കയത്ത് പോയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ഞാനിത് കഴിച്ചായിരുന്നേ. അപ്പം ഞാൻ അതിൻ്റെ ടേസ്റ്റെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ വറുത്ത് നോക്കിയതാണ്. പക്ഷെ ചുമ്മാതെ പോലും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് രുചിയായിരുന്നു കേസ്. അപ്പോൾ ഇന്നത്തെ ഊണ് ഉഷാറായിരുന്നു. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.